നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും നമ്മുടെ പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും നമുക്ക് കഴിയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഏറ്റവും നല്ലൊരു സഹകരണം കൂടി പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. അജണ്ട വായിക്കുകയാണ്. പതാക ഉയർത്തൽ കഴിഞ്ഞ് 2 സ്വാഗതം, ദീക്ഷ, 4 ഉദ്ഘാടനം, 5 അനുമോദനം, വ്യക്തിസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം, റിപ്പോർട്ട് വരവ് ചെലവ്, ചർച്ച, മറുപടി, പുതിയ ബ്രാഞ്ച് സെക്രട്ടറി. അധ്യക്ഷൻ കഴിഞ്ഞിട്ട് വ്യക്തിസാക്ഷി പ്രമേയം അവതരിപ്പിക്കുന്നതിന് കമ്മീഷനെ ക്ഷണിക്കാം. അവാർഡ് നമ്മുടെ ചിലമ്പ് നൃത്തത്തിനുള്ള അവാർഡ് നേടിയ ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാറുകളെ ക്ഷണിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ 2019-20 വർഷത്തെ ഏറ്റവും നല്ല അംഗൻവാടി ഹെൽപ്പർക്കുള്ള നമുക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇവിടെ അടുത്ത് സ്വന്തന്മാരും മറ്റു സ്ഥലത്ത് താമസിക്കുന്ന സാധാരണക്കാരനായ അഭിപ്രായത്തിൻ്റെ വളരെ ലഭിക്കുന്ന ഒന്നാളെന്നാണ്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാൽ എല്ലാവരും പരിചിതമാണ്. ഈ ഭാഗത്ത് ഈ നാടൻ ഭാഗത്തുള്ളതായ ഞാൻ പറയുന്ന ഈ പണിയെടുത്തിട്ടുകൊണ്ടും അധ്വാനിച്ചിട്ടും ഇങ്ങനെ കാണുന്ന എല്ലാം ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ളൊരു ദൃഢനിശ്ചയമുണ്ട്, ഒരു നല്ലൊരു കലാകാരനാവാം. ഈ നെല്ലിക്കാട്ട് അറ ഇവിടെയെല്ലാം തെയ്യം മുതലായതെല്ലാം കാണുമ്പോൾ എനിക്ക് ചെറുതായിരിക്കുമ്പോൾ അത് എന്തോ അതായിട്ടൊരു കഥാമം പ്രാപിക്കുന്ന പോലെയുള്ള എനിക്ക് പെട്ടെന്നൊരു ആവേശമൊക്കെ ഉണ്ടാകും. അങ്ങനെ അതായിട്ടൊരു ചർച്ച തോന്നുന്നുണ്ട്. അങ്ങനെ അച്ഛൻ അധ്യാപകനായിരുന്നു. ഇവിടെ ഹൈസ്കൂൾ സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് റിട്ടയർഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ എന്നെ ഏതെങ്കിലും ഒരു സർക്കാർ ജോലിയിലാക്കണമെന്ന് അച്ഛൻ അങ്ങനെ ശ്രമിച്ചു നോക്കി. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കഥയിൽ അങ്ങനെ ആ രീതിയിൽ എൻ്റെ അമ്മാവനായിട്ടുള്ള ജീവിതത്തിലുള്ള നടന്ന സങ്കടം പ്രാന്തി എന്നെ പരിശീലിപ്പിച്ചു. അങ്ങനെ നമ്മുടെ അടുത്തുള്ള ഈ അരിയമ്പൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എൻ്റെ അരങ്ങേറ്റം പറഞ്ഞു. അവിടുന്ന് അരങ്ങേറ്റത്തോടുകൂടി നമുക്ക് നല്ലൊരു കഴിവായിരുന്നു. എല്ലാവരും നാട്ടുകാരിൽ നിന്നും അതിൻ്റെതായ നാട്ടിൻ്റെതായ ക്ഷേത്രവാരാണ്. അവർ ഈ അന്നത്തെ ചെയ്തൊരു പ്രധാനപ്പെട്ട കേരളത്തിലൊക്കെ ഒട്ടുമിക്ക ചെറുതരം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ നമുക്ക് പ്രവേശനം പറ്റാണ്ടില്ല. വർഷത്തിലൊക്കെ സ്വാഗതം. ഇപ്പോൾ താഴെ ഒരുപാട് ഇപ്പോൾ ഞാനൊരു 14 ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഒരു വർഷത്തിൽ ഒരു തവണ പോയി ചെയ്തു വരുന്നത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ സർക്കാരിൻ്റെ സോക്കൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്നാൽ ഈ കേരളത്തിലെ 14 ജില്ലകളിലും ഞാൻ പോയിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ പണ്ടൊക്കെ കാലത്തിൽ ഈ തൊട്ടുകൂടായ്മ വേണ്ടിക്കൂടായ്മ മാറി നിൽക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ചെറുതായിട്ടുള്ള ഇഷ്ടമല്ല. അങ്ങനെ ഈ ഒരു കല കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ പല എർത്തുകൾ എന്നെക്കൊണ്ടുണ്ടായിരുന്നു. നീ നമ്മളെ ഇത് പറയുക അതാ നിൻ്റെ പണ്ടുണ്ടായുണ്ട് ഇന്നൊരു പോയി എന്ന് നല്ലൊരു പറയിക്കുന്നുണ്ടായി. പക്ഷെ ഞാൻ അതൊന്നും വകവെച്ചില്ല. ഞാൻ അതിൻ്റെതായ ഈ ക്ഷേത്ര ചൈതന്യം നിലനിർത്തിക്ക് വേണ്ടി തന്നെ സ്റ്റേജിൻ്റെ മുകളിൽ അവതരിപ്പിക്കുന്ന ആദ്യമായി ചെയ്തത് ഞാനാണ്. എനിക്ക് ഈ തൊട്ടുകൂടായ്മ മനുഷ്യരെ അകറ്റി നിർത്തുമെന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല. എല്ലാവരും സ്നേഹിതന്മാരും എല്ലാവരും അങ്ങനെ അവിടെ വെച്ച് സ്റ്റേജിൽ അപ്പോൾ പല ആൾക്കാർക്കും ഇത് കാണാതെ കണ്ട് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരു തവണ കൽപ്പറ്റ ഗ്രീൻ ഗേറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് കുറേ വിദേശികൾ ഒരു 10-200 വിദേശികൾ ഇത് കാണാറുണ്ട്. അവരൊന്നും ഇത് കണ്ടില്ല മുമ്പ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 6-7 ചണ്ട മറ്റേക്കാരുണ്ടായിരുന്നു. ഞാൻ ഒറ്റ ഒരാൾ, 2 വിളക്ക് കുത്തുവിളക്കാർ. ഈ പരിപാടിയെല്ലാം നടക്കുന്ന ഒരു 10-50 ആൾ വന്നിട്ട് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ഒരാളൊരു 2000 രൂപ എൻ്റെ കയ്യിൽ സാർ ഇതൊന്നും വേണ്ട സാറേ അല്ല അങ്ങനെയല്ല ഇത് ഇംഗ്ലീഷിലവർ പറഞ്ഞു. അപ്പം മനസ്സിലായി അതിൻ്റെ ആശയം ഇവർ സ്വീകരിക്കണം. അങ്ങനെ പല വേദികളിലും തിരുവനന്തപുരത്ത് കോളം വെച്ച് ഇങ്ങനെ അത് നമുക്ക് സാധാരണ ഇത് അവതരിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമല്ലെന്നല്ല. പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെതായ കിട്ടോട് കൂടിയിട്ട് അതിൻ്റെ ഇതൊന്നും ആരും കണ്ടിട്ടേ ഇല്ല. ഈ വടക്കേവരമാരിൽ മാത്രം ഒതുങ്ങിക്കൊടുന്നതായ ഒരു ക്ഷേത്രകലയാണ്. പിന്നെ അതുപോലെ പാലക്കാട്ട് ഇക്കൊല്ലം സർക്കാരിൻ്റെ 2 പരിപാടി നടത്തി. കൊറോണ അന്നേരം കുറച്ച് കുറഞ്ഞ അവസരത്തിൽ പാലക്കാട് രാപ്പാടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നീലേശ്വരം ബംഗളം ഗാനശാലയുടെ അടുത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ ആൾക്കാർ ആരും ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോയി കൂടാ. അതൊക്കെ തുടങ്ങിയിരിക്കുന്ന ആർക്കാർക്കും ഇത് കാണാൻ പറ്റില്ല. രാത്രി 10-11 മണിയാൽ അതിന് തുടങ്ങും.
അപ്പോൾ അങ്ങനെ ഞാൻ അവതരിപ്പിക്കും പല ആൾക്കാർക്കും ഇത്. അത് മാത്രമല്ല, ഞാൻ ഒരു പഴയ ചിട്ടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പഴയ സമ്പ്രദായത്തിൻ്റെ ഈ എൻ്റെ ഒരു പ്രകടനം കാണുമ്പോൾ ഈ പുതിയ തരത്തിലുള്ള ഇത് കാണുമ്പോൾ, പഴയത് കാണുമ്പോൾ ഇത് പ്രത്യേക എല്ലാവർക്കും ഒരു അത്ഭുതമായി തോന്നി. എന്തോ ദൈവം അതിനുള്ളതായ ആരോഗ്യത്തിലായി ആ പഴയ ചിട്ടയിൽ ജീവിക്കാൻ ഒരു വളരെ ലളിതമായിട്ട് ജീവിത രീതിയാണ് ഇപ്പോഴും നയിക്കുന്നത്. എനിക്ക് ഈ ആർഭാടകരമായിട്ടുള്ള ഒന്നിനും താല്പര്യമില്ല. അത് എൻ്റെ ഗുരുനാഥൻ്റെയും ഈ നാട്ടുകാരുടെയും നിങ്ങളെല്ലാവരുടെയും ഒരു അനുഗ്രഹവും പ്രാർത്ഥനയും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയധികം ആഴ്ചയോടുകൂടി ജീവിക്കാനും ഇത്രയും വേദികളിൽ സർക്കാർ തന്നെ തുണച്ചു. എല്ലാവരും ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു അനുമോദനം ചെയ്തു തന്നതിൽ എനിക്ക് എല്ലാവരോടും പ്രത്യേകം പറയേണ്ടതില്ല. ഇതിൽ നന്ദി, 1000 നന്ദി അർപ്പിക്കുന്നു. വേറെ ആർക്കും പറയാനില്ല. ഞാൻ